ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ഒരാളിലേക്ക് ഒരു ഗുണം മറ്റൊരാൾ ചെയ്തു കൊടുത്താൽ, ഫഖാല ലിഫാഇലിഹി, ആ ഗുണം ചെയ്തു കൊടുത്ത ആൾക്ക് വേണ്ടി ഈ ഗുണം സ്വീകരിച്ചവൻ ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു, ജസാക്കല്ലാഹു ഖൈറ, അല്ലാഹു തആല നിനക്ക് ഇതിനേക്കാളും ഉത്തമമായതിനെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുകയും ചെയ്താൽ, ഫഖദ് അബലഗ ഫിസ്സനാഇ, ആ ഗുണം ചെയ്തയാളോടുള്ള നന്ദി പ്രകടനത്തിൽ ഈ ദുആ ചെയ്തവൻ അങ്ങേയറ്റം പ്രവർത്തിച്ചവനായിരിക്കുന്നു. നമുക്ക് ചെയ്യപ്പെടുന്ന ഗുണങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റേത് രൂപത്തിലായാലും ഈ ദുആ ചെയ്തു കൊടുക്കാൻ നാം മറക്കരുത്. അത് തിരുസുന്നത്താണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം കാണാം. അദ്ദേഹം ഒരിക്കൽ ഒരു വിഷയം സംശയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ആ സംശയം തീർക്കാൻ ചെന്നപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അതിൽ സന്തുഷ്ടനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ജസാക്കല്ലാഹു ഖൈറൻ യബ്ന അഖി ശഫൈതന, ഓ എന്റെ സഹോദരന്റെ മോനെ, നീ നമുക്ക് തൃപ്തികരമായ ഒരു മറുപടി തന്നിരിക്കുന്നു, അല്ലാഹു തആല നിനക്ക് ഇതിനേക്കാളും വലിയ പ്രതിഫലം നൽകട്ടെ. അപ്പോൾ നമ്മിലേക്ക് ഒരാൾ ചെയ്യുന്ന ഗുണം അത് അറിവിന്റെ രൂപത്തിലാവട്ടെ സാമ്പത്തികപരമായിട്ടാവട്ടെ അല്ലാത്ത രൂപത്തിൽ ഏത് സഹായം ചെയ്താലും അയാൾക്ക് വേണ്ടി ഈ ജസാക്കല്ലാഹു ഖൈറ എന്ന ദുആ ചെയ്തു കൊടുക്കാൻ നാം മറക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നതായി കാണാം, ലോ യഅലമു അഹദുക്കും മാ ലഹു ഫീ ഖൗലിഹി ലി അഖീഹി ജസാക്കല്ലാഹു ഖൈറ, ഒരാൾ നമുക്ക് ചെയ്യുന്ന ഗുണത്തിന് പ്രത്യുപകാരമായി ജസാക്കല്ലാഹു ഖൈറ എന്ന ദുആ ചെയ്തു കൊടുക്കുന്നതിലുള്ള വലിയ പ്രതിഫലം ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ല അക്സറ മിൻഹാ ബഅദുകും ലിബഅദ്, എല്ലാവരും പരസ്പരം ഈ ദുആഇനെ അധികരിപ്പിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം. അപ്പോൾ വലിയ പ്രതിഫലമാണ് നാം ഈ ദുആ ചെയ്യുന്നതിലൂടെ അല്ലാഹുവിൽ നിന്ന് കരസ്ഥമാക്കുന്നത്. അതുപോലെ ആ ഗുണം ചെയ്തയാൾക്ക് ഒരു നന്ദി പ്രകടനം അവിടെ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറ എന്ന ദുആഇനെ നമുക്ക് ഗുണം ചെയ്ത ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഇൽമ കേട്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.